തൊണ്ടി രജിസ്റ്ററിന്റെ ഈ പേജിൽ ബോൾഡ് ആക്കി കുറിച്ചിരിക്കുന്ന 2 വരികൾ. ഓർഡർ ഡേറ്റഡ് 5/10/90, സബ്മിറ്റ് ദ എംഒസ്. അതായത് കേസിലെ മെറ്റീരിയൽ ഒബ്ജക്ട്സ് എംഒസ് തൊണ്ടി വസ്തുക്കൾ സമർപ്പിക്കാനാണ് കോടതിയുടെ ഓർഡറായി എഴുതിയിരിക്കുന്നത്. കോടതിയുടെ ചെസ്റ്റിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വസ്തുക്കൾ ഹാജരാക്കാൻ പ്രത്യേകമായി ഉത്തരവിടേണ്ട ആവശ്യം മജിസ്ട്രേറ്റിനുണ്ടോ? തൊണ്ടി വസ്തുക്കൾ പുറത്തുപോയെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുന്നു എങ്കിൽ മാത്രമേ ഇത്തരമൊരു ഉത്തരവ് ഇറക്കേണ്ട സാഹചര്യം വരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ ഭാഗികമായി ശരിവെച്ചുകൊണ്ട് അന്നത്തെ മജിസ്ട്രേറ്റ് തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയും ഇതാദ്യമായി പുറത്തുവിടുകയാണ്. തൊണ്ടി വസ്തു പുറത്തുപോയ വിവരം താൻ അറിഞ്ഞില്ലെന്നും മറ്റും തുടക്കത്തിൽ വിശദീകരിക്കുന്ന അദ്ദേഹം അതിന് ശേഷം വ്യക്തമായി പറയുന്നു, തൊണ്ടിയായ അണ്ടർവെയർ പുറത്തുപോയെന്നും അതിൽ തിരിമറി നടന്നതായി സംശയിക്കുന്നുവെന്നും അന്നത്തെ പ്രോസിക്യൂട്ടറോട് താൻ പറഞ്ഞിരുന്നുവെന്ന്. പ്രോസിക്യൂട്ടറുടെ പേര് രാജസേനൻ എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ഘട്ടത്തിൽ വിചാരണ നിർത്തിവെക്കാൻ ഈ അദ്ദേഹം എന്തുകൊണ്ട് ഇടപെട്ടില്ല? കേസ് തോറ്റവന്റെ ഉത്തരവാദിത്തം ആർക്കെല്ലാം എന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ്.